ഇത്രയും ഡീസന്റ് ആയ മമ്മൂട്ടി പോലും യുവതലമുറക്ക് മാത്രം മറുപടി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ കഴിയുന്നുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഇവര് പണ്ട് മുതലേ എങ്ങനെയാണ് മുന്നിൽ ഉത്തവർക്ക് വരാൻ പേടിയാവുന്നു. ഇവര് മമ്മൂട്ടി മോഹൻലാൽ പണ്ട് മുതലേ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ഇടാറില്ല, ഡിപ്ലോമാറ്റിക് ആണ്. ഇപ്പൊ മമ്മൂട്ടി കാര്യത്തിൽ കംപ്ലീറ്റ്ലി നീറ്റായ ആളാണ്, പുള്ളി പോലും ഓർക്കുന്നില്ല. ഇതിങ്ങനെ കാര്യം തുറന്നു പറയുന്ന ആൾ പൃഥ്വിരാജാണ്. ഇന്നലെ പൃഥ്വിരാജ് തുറന്നു പറഞ്ഞില്ലേ, പഴയ പൃഥ്വിരാജിനെ കാണാൻ പറ്റി. പൃഥ്വിരാജ് എല്ലാം തുറന്നു പറഞ്ഞില്ലേ, അമ്മയുടെ പ്രസിഡന്റ് ആവേണ്ട പൃഥ്വിരാജാണ്. ഇവർ രണ്ടിനും പണ്ട് മുതലേ എങ്ങനെയാണ് ഒരു വിഷയത്തിലും മിണ്ടില്ല. അവർക്ക് അവരുടെ കാര്യം, അവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവും മേടിച്ചായിരിക്കും. അത് മോഹൻലാൽ മമ്മൂട്ടി രണ്ടുപേരും അങ്ങനെയാണ്, രണ്ടുപേരും വാ തുറക്കില്ല. അത് പണ്ട് മുതലേ എങ്ങനെയാണ്. പിന്നെ വയനാട് ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂലെല്ലാം എന്തെങ്കിലും പറയും, അല്ലാതെ കോൺട്രവേഴ്സി ഇഷ്യൂല് ഇവർ രണ്ടിനും ഉണ്ടായിരിക്കും. അന്ന് ദിലീപിനെ അന്ന് അറസ്റ്റ് വന്നപ്പോൾ എല്ലാവരും ഇനിയിട്ട് വെച്ചിട്ടുണ്ടാക്കി ഇവർ രണ്ടിനും മാത്രം അവിടെ ഇന്ന് ഇരിക്കുകയാണില്ലേ. ഒരാൾ സൂര്യകാശത്ത് റിസർച്ച് ചെയ്യുന്നു, മറ്റേ മോളിൽ റിസർച്ച് ചെയ്യണമല്ലേ. ഇവർ രണ്ടുപേരും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. ഇതിന് ആ സൂപ്പർ താരങ്ങളിൽ എന്തെങ്കിലും ഇടുന്ന ആൾ പൃഥ്വിരാജാണ്. ഇതിനിടയിൽ ഇപ്പൊ സുരേഷ് ഗോപിയുടെ നിലപാടൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം മലപ്പുറം ഏച്ചു കെട്ടുന്നതാണ്, ഇത് ആരോപണം മാത്രമാണ്, കോടതിയിലാണ് അന്വേഷിക്കേണ്ടത്. മാധ്യമങ്ങൾ ഇങ്ങനെ മയക്ക പിടിച്ച് പിന്നാലെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇത് വെറും കണ്ടന്റ് മാത്രമാണ്, നിങ്ങളുടെ സുരേഷ് ഗോപി പറഞ്ഞാണ്. സുരേഷ് ഗോപി പറഞ്ഞാല് ഇത് ഇവർക്കൊരു ചാനലുകൾക്ക് വെറും ഒരു വാർത്തമായിട്ടാണ് അല്ല, ഇതിപ്പോ അവസാനം അങ്ങനെയായി പോവാണ് പോകുന്നത്. ഇപ്പൊ വയനാട് പോലെ ദുരന്തം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് മറക്കും. അതാണ് ആക്ടർ ബാലയും പറഞ്ഞത്. ഇതിപ്പോ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇവർ കേസ് കൊടുക്കണം, അത് ചെയ്യുന്ന തെളിവ് സബ്മിറ്റ് ചെയ്യണം, നൽകിയാൽ ഇത് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ന്യൂസ് ആയിട്ട് മാറിപ്പോകും. ഇതിപ്പോ ഒരു വയനാട് പോലെ രക്ഷ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവരും മറക്കും. ഒന്നും പറയാൻ പറ്റില്ല. ഇതിലെ എങ്ങനെ വരും, ബൂമറാങ്ക് പോലെയാണ്. ചിലപ്പോൾ നമുക്ക് എതിരെയും വരും. ബൂമറാങ്ക് പോലെയാണ്, ആർക്കെതിരാണ് പീഡനം വരും. അതല്ലേ ശാന്തി ദിനേശമാണ്, പുള്ളിയുടെ പേര് പോലും ബോക്സോ കേസുണ്ട്. കമലിനെതിരെ എന്ത് കൊടുത്തപ്പോൾ പുള്ളി തിരിച്ചു കൊടുത്തു. ആരുടെ പേരും കേസ് ഉണ്ടാക്കാം, കേസ് ആൾക്കാർ എടുക്കും, പിന്നെ തെളിയിക്കണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നസെന്റ് ആവുന്ന പൂവി കഴിയുമ്പോഴേക്ക് ആരും ഉണ്ടാവില്ല, ആരും അറിയില്ല നമ്മൾ പീഡന വീരനായി. ഇന്നൊരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാണ് പീഡന വീരനാക്കാം. എല്ലാവരും അല്ല ശാന്തി ദിനേശൻ, ഇവൻ പിണറായി വിജയന്റെ പേരിലൊന്നും വരാം. ഇവൻ നമ്മുടെ ഇയാളുടെ പേരിൽ വന്നില്ല, ഉമ്മൻചാണ്ടിന്റെ പേരിൽ വന്നില്ലേ, ആരെങ്കിലും വിശ്വസിക്കലുണ്ടോ? ഇതിപ്പോ ആരുടെ സ്ത്രീകൾക്ക് നിയമം അനുകൂലമുണ്ട്, ഏത് ആളുടെ പേര് വേണമെങ്കിൽ വരാം. കൊറേയിലെ ജെന്യൂനാണ്, ചിലത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും. കാരണം അവർക്ക് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടാവും, ചാൻസ് ഇല്ലാത്തതോടല്ല. കൊറേയിലെ ജെന്യൂൻ തന്നെയാണ്. സിനിമാ ഫീൽഡിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ കാര്യം പറയാം. ഒന്നാണ് ഈ ഡയറക്ടേഴ്സ് പറഞ്ഞ ആൾക്കാർക്ക് ഇവർക്ക് ഫ്രീ ടൈം കുറയുണ്ട്. ഇവരെപ്പോഴും ഇങ്ങനെ ഫ്രീ ടൈം, അതുകൊണ്ട് അവർ ഇങ്ങനത്തെ തോട്ട്സ് വരും. നടിമാരും പറഞ്ഞാൽ അവർക്ക് നടന്മാർ പറഞ്ഞാൽ അവരുടെ ഭാര്യമാർ ഒന്നും ഇപ്പോഴും കൂടെ ഇല്ല, ഇവരെപ്പോഴും യാത്രയാണ്, ലൊക്കേഷനാണ്. ഇതെല്ലാം കാരണമാണ് സിനിമാ ഫീൽഡിൽ പെണ്ണുപിടുത്തം വരുന്നത്.